നമസ്കാരം സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളികൾക്ക് മീനെ പൊരിച്ച് തിന്നാൻ വറുത്ത് തിന്നാൻ വളരെ ഇഷ്ടമാണ്. മലയാളിയുടെ വീക്ക്നെസ് ആണ് മീൻ ഫ്രൈ അല്ലേ. അപ്പം അതിൽ തന്നെ ഏറ്റവും അവർക്ക് ഇഷ്ടമുള്ളൊരു മീനാണ് നെത്തോലി. നെത്തോലി പൊരിച്ച് തിന്ന പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വീഡിയോയിൽ ഇടുന്നത് എങ്ങനെ നെത്തോലി നല്ല അടിപൊളിയായിട്ട് നമ്മുടെ വീട്ടിൽ വറുത്തെടുക്കാം എന്നൊരു റെസിപ്പിയാണ് ഇടുന്നത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. നെത്തോലി ഒരു ചെറിയ മീനല്ല, നല്ല കുറച്ച് നെത്തോലി കിട്ടി. ചിലർ എന്നെ ചൂടാന്ന് പറയും, ചിലർ എന്നെ നെത്തലെന്നൊക്കെ പറയും. ഞങ്ങൾ നെത്തോലി എന്ന് പറഞ്ഞത്. അതിനെ ഇനി ക്ലീൻ ചെയ്യുമോ. അതിൻ്റെ തലയും വാലും പിച്ച് കളഞ്ഞിട്ട് അങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. തലയും വാലും പിച്ച് കളഞ്ഞ നെത്തോലിയുടെ മേളിൽ കുറച്ച് ഉപ്പിട്ടിട്ട്, കല്ലുപ്പാണെങ്കിൽ ഏറ്റവും ഉത്തമം, ഉപ്പിട്ടിട്ട് നല്ലപോലെ അലമ്പി നല്ലപോലെ കഴുകിയെടുക്കുക. നല്ല ഉപ്പിട്ട് കഴുകിയെടുക്കുമ്പോൾ അതിൻ്റെ സ്കിന്നിലുള്ള എല്ലാ അഴുക്കും ആ ഒരു മുഷിഡ് സ്മെല്ലെല്ലാം അങ്ങ് മാറും. ശേഷം മുളക് ഇടുക. വറുക്കാൻ പോവുകയാണ് നമ്മൾ. മഞ്ഞപ്പൊടി ഇടുക. മഞ്ഞപ്പൊടി ഉണ്ടെങ്കിൽ എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടി മഞ്ഞപ്പൊടി ഇടുക. പിന്നെ നമ്മുടെ സ്വന്തം കുരുമുളക് പൊടി ഇടുക. ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പില, കുറച്ച് പച്ചമുളക് അരച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് അതിൻ്റെ മേളിൽ ഇങ്ങനെ തൂവി ഇട്ടതിന് ശേഷം മിക്സ് ചെയ്യുക. നല്ലവണ്ണം ഇതിനെല്ലാത്തിനും മിക്സ് ചെയ്യുക. നമ്മളെല്ലാവരും വറുക്കുമ്പോൾ മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ഇതൊക്കെ തന്നെ ഇടുന്നത്. പക്ഷേ അപ്പോൾ പലരും വറുക്കുമ്പോൾ പല ടേസ്റ്റാണ് കിട്ടുന്നത്. അതിനാണ് നമ്മൾ കൈപ്പുണ്യം എന്ന് പറയുന്നത്. കൈപ്പുണ്യം മറ്റൊന്നുമല്ല, എന്ത് പാചകം ചെയ്താലും മനസ്സോടെ പാചകം ചെയ്യുക, സന്തോഷത്തോടെ പാചകം ചെയ്ത് വിളമ്പുക. അതാണ് കൈപ്പുണ്യം. സന്തോഷത്തോടെ കൊടുക്കുന്ന ആഹാരത്തിന് രുചിയേറും. അപ്പോൾ നമ്മുടെ മാരിനേഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി വറുക്കാൻ നമുക്ക്. ഗ്യാസ് കത്തിച്ച് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്ത് വെച്ചിട്ട് നല്ല വെളിച്ചെണ്ണ അതിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മുടെ എണ്ണ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കി ഞാൻ കരിയാപ്പില തണ്ടോടെ അതിനകത്ത് വെക്കുകയാണ്. അത് മറ്റൊന്നിന് വേണ്ടിയല്ല, മീനിന് മേലിട്ട് നമ്മൾ വറുത്തെടുക്കുന്നത്. ഇതുകൊണ്ടുള്ള പ്രയോജനം വെച്ച് കഴിഞ്ഞാൽ മീനിൽ കരിയാപ്പില ഫ്ലേവർ പിടിക്കും. മാത്രമല്ല മീനിൻ്റെ മസാലയൊന്നും കരിഞ്ഞു പോത്തൂല. ഇങ്ങനൊന്നും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത നെത്തോലി ഇതിൻ്റെ മേളിൽ ഇങ്ങനെ വിതറി കൊടുക്കാം. എന്നിട്ട് നല്ല വെണ്ണം ഫ്രൈ ചെയ്യാൻ പോവുകയാണ് നമ്മൾ. എല്ലാ നെത്തോലിയെ തവയിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള അരപ്പുണ്ടല്ലോ പാത്രത്തിൽ അതിനെ വട്ടിച്ചെന്ന് നെത്തോലി മേലിട്ട് കൊടുക്കുക. എൻ്റെ അമ്മ എപ്പോഴും പറഞ്ഞുകൊണ്ട് അതിലാണ് ആ രുചിക്കൂട്ടിരിക്കുന്നതെന്ന്. ഇത് അമ്മേനെ പഠിച്ച ട്രിക്കാണ്, രുചിക്കൂട്ടിൻ്റെ ട്രിക്ക്. നെത്തോലിയുടെ ഒരു സൈഡൊക്കെ എല്ലാം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനെ ചെറുതായിട്ട് മറിച്ചിടാം. കരിയാപ്പിലേക്കകത്ത് ആ വെളിച്ചെണ്ണയ്ക്കകത്ത് ആ മസാലക്കൂട്ടിലെല്ലാം കിടന്ന് ഒരു സൈഡ് ഫ്രൈ ആയപ്പോൾ തന്നെ അന്യായ മണമാണ് അടിക്കുന്നത് കേട്ടോ. അന്യായ മണമാണ്. നല്ല വെളിച്ചെണ്ണയിൽ ഫ്രൈ ആയ കരിയാപ്പില, നെത്തോലി, അയ്യോ എല്ലാം കൂടെ ഒരു അസാധ്യ മണമാണ് മൂക്കിലോട്ട് കയറി വരുന്നത്. നാക്കിൽ കപ്പലോടുവാണ്. നല്ല നെത്തോലി, നമ്മുടെ നെത്തോലി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. സ്പെഷ്യൽ നെത്തോലി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നല്ല ചീനിയുടെ വേവിച്ച ചീനിയുടെ കപ്പിലൂടെയൊക്കെ തിന്നുക. അന്യായ രുചിയായിരിക്കും, അന്യായ രുചി. അപ്പോൾ നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് കഴിച്ച് ഇതിൻ്റെ ടേസ്റ്റ് ആസ്വദിക്കുക. ഞാൻ എപ്പോഴും പറയുന്നോട്ട് ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുക, ഒരിക്കലും ആഹാരം വേസ്റ്റ് ചെയ്യരുത്. കാരണം മറു സൈഡിൽ നിരവധി പേർ വിശന്നിരിപ്പുണ്ട്.